നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ തലസ്ഥാന നഗരിയിൽ നിന്നും കേട്ടത് അത്യന്തം ക്രൂരമായ വാർത്തയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. പെൺകുട്ടി വിവസ്ത്രയായി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പെൺകുട്ടി SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്വദേശി കിരൺ അറസ്റ്റിലായിട്ടുണ്ട്. കിരൺ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെൺകുട്ടിയെ കൊണ്ടുപോയി ഗോഡൌണിലിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. മറ്റൊരു സുഹൃത്തുമായി ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയതാണ് കിരണിനെ പ്രകോപിപ്പിച്ചത്. യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിലും ചിത്രീകരിച്ചിട്ടുണ്ട്. കൈകൾ കെട്ടിയിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. രാവിലെ കൈയിലെ കെട്ടഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും പ്രതിയായ കിരൺ പിന്തുടർന്നു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് കിരൺ മടങ്ങിപ്പോയത്. സംഭവം പുറത്തറിഞ്ഞതോടെ പ്രതി ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്വദേശി കിരണിനെ 25 വയസ്സ് മാത്രമാണ് ഇയാളുടെ പ്രായം. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത് പെൺകുട്ടി. യുവതിയെ ബലം പ്രയോഗിച്ച് ഗോഡൌണിൽ എത്തിച്ചായിരുന്നു പീഡനം. ഇവിടെ നിന്ന് രാവിലെ യുവതി വിവസ്ത്രയായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഗുരുതര പരിക്കുകളേറ്റ യുവതി ആശുപത്രി ചികിത്സയിലാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇരുവരും സുഹൃത്തുക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. ശനിയാഴ്ച വൈകിട്ട് ടെക്നോ പാർക്കിന് സമീപമുള്ള ഹോട്ടലിൽ മറ്റൊരു ആൺ സുഹൃത്തുമായി യുവതി ആഹാരം കഴിക്കാൻ പോയതാണ് കിരണിനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ഇവിടെ എത്തിയ കിരൺ യുവതിയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയും മർദ്ദിക്കുകയുമായിരുന്നു. കിരൺ മുൻപ് താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന വെട്ട് റോഡിലെ കൃഷിഭവനിൽ രാത്രി 12 മണിയോടെ യുവതിയെ എത്തിച്ചു. കൃഷിഭവന് പിന്നിലുള്ള ഗോഡൌണിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. പുലർച്ചെ വരെ പീഡനം തുടർന്നു. ഞായറാഴ്ച രാവിലെ ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി സമീപത്തുള്ള വീട്ടിലെത്തി സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇവരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു. കൃഷിഭവൻ വളപ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്ന കിരണിനെ പോലീസ് പിന്നാലെ പിടികൂടി. ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ട യുവതിക്ക് പിന്നാലെ പ്രതി കിരൺ ഓടി വന്നുവെന്ന് അയൽവാസി പറഞ്ഞു. ഇരുവരും തമ്മിൽ പിടിവലി നടന്നു. ഭാര്യയെന്ന് പിന്നീട് സുഹൃത്തെന്നും യുവതിയെക്കുറിച്ച് കിരൺ പറഞ്ഞു. എന്നാൽ ഭാര്യയല്ലെന്നും കൂടെ വിടരുതെന്നും യുവതി അപേക്ഷിച്ചു. വസ്ത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തു നൽകി. സ്ത്രീയുടെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു എന്ന് അയൽവാസി പറഞ്ഞു. ശനിയാഴ്ച രാത്രി 11 ആയിരുന്നു സംഭവങ്ങളുടെ തുടക്കം. യുവതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ എത്തിയ കിരൺ വഴക്കിട്ടത്. യുവതി നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റി കഴക്കൂട്ടം റെയിൽവേ മേൽപ്പാലത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഇവിടെ എത്തിച്ച ശേഷമാണ് മർദ്ദിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ബലം പ്രയോഗിച്ച് തടഞ്ഞു. വീട്ടിലാക്കാമെന്നും ബൈക്കിൽ കയറിയില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും കിരൺ ഭീഷണിപ്പെടുത്തി. ബൈക്കിൽ കയറിയതോടെ ഭീഷണിപ്പെടുത്തി വെട്ട് റോഡിലെ കൃഷിഭവന്റെ ഗോഡൌണിലേക്ക് ചേർന്നുള്ള ഷെഡിൽ എത്തിച്ചു. അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ബലം പ്രയോഗിച്ച് വിവസ്ത്രയാക്കി മാനഭംഗപ്പെടുത്തുകയും ചെയ്യുകയാണ്.